ഹായ്, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ നമ്മൾ ക്യാമ്പിങ്ങിന് പോയപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ഫുഡുകളൊക്കെ ആട്ടോ കാണിക്കണേ. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. നമ്മളിത് ചിക്കൻ്റെ ബ്രസ്റ്റ് കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ ചുമ്മാ നമ്മൾ ഇച്ചിരി കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ട് ഇട്ടിട്ട് ചെറിയൊരു മാരിനേഷനും നമ്മൾ കൊടുക്കണുള്ളൂ കേട്ടോ. ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഈ ബേക്കൺ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കും. എന്നിട്ട് നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്. ശേഷം നമുക്ക് കനലായി കിട്ടുമ്പോൾ നമ്മൾ അതിന് മേലെ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുക. അത് പെട്ടെന്ന് നമ്മുടെ പണിയും കഴിഞ്ഞു. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ബേക്കണും കൂടി വരുമ്പോൾ ബേക്കണിൻ്റെ ടേസ്റ്റും കൂടി ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ ബ്രസ്റ്റ് ഇതേ ഈ ബേക്കണിലേക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് ഫിക്സ് ചെയ്താലും മതി കേട്ടോ. നമുക്കൊരു 15 മിനിറ്റ്സ് കൊണ്ട് ഇത് നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഗ്രില്ല് ചെയ്യേണ്ടേ എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പിന്നെ പറയുന്നുണ്ട്. ചിക്കൻ്റെ തൈസില് അത് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതുമ്മ നമ്മൾ ചില്ലി സോസും സോയാ സോസും പിന്നെ ഓയിസ്റ്റർ സോസ് അല്ലെങ്കിൽ ഫിഷ് സോസ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾട്ട് പിന്നെ വേണമെങ്കിൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ ഷുഗറും കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ ഈ സോസ് ഒരു ചൈനീസ് ഡിഷസിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ കേട്ടോ. നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യുമ്പോൾ അടിപൊളിയാട്ടോ അത്. ഇപ്പോൾ നമുക്ക് സിമ്പിളാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പ്രിപ്പറേഷനാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. നല്ലോണം കനലായതായിരുന്നു. പക്ഷെ നമ്മളിത് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ബേക്കണിൽ നിന്നൊക്കെ ഫാറ്റ് ഇങ്ങനെ ഉരുക്കി വീണപ്പോൾ അത് ഇങ്ങനെ തീയിലേക്ക് വീണിട്ട് അതങ്ങ് ആളി കത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനിത് പയ്യെ ഇവിടെ നിന്നൊന്ന് മാറ്റിയാലോ എന്ന് അപ്പോൾ നോക്കി തീ ആളി കത്തുമ്പോഴേക്കും കണ്ടു ഈ ബേക്കൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് ഒരു ഡാർക്ക് കളറായത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് പയ്യെ ഞാൻ എടുത്ത് മാറ്റിയിട്ടേ ആ വീണ് പോയ ഫാറ്റൊക്കെ ഒന്ന് ബേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി തിരിച്ച് വെക്കണം. ഇനി ഒരു 4-5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒന്ന് തിരിച്ചൊക്കെ കൊടുത്തോളൂ. ഞാൻ സ്റ്റിക്കുമുള്ള ചിക്കൻ തൈസ് ഉണ്ടല്ലോ അത് ഞാനൊന്ന് ഈ മയോണൈസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തുട്ടോ, കുറച്ചുകൂടി ഒരു സെറ്റ് വരാൻ വേണ്ടിയിട്ട്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ മീറ്റ് ഭയങ്കര ഡ്രൈ ആയി പോകും. പിന്നെ ചിക്കൻ തൈസ് നമുക്കൊരു 10 മിനിറ്റ്സ് മാക്സിമം വേണ്ടി വരുള്ളൂ കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ആ ബേക്കണിൽ റാപ്പ് ചെയ്തേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ഒരു 15 മിനിറ്റ്സോളം നമുക്ക് എടുക്കും കേട്ടോ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ. അധികം സ്പൈസ് ഒന്നുമില്ല. ഞാൻ ചില്ലി സോസസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സ്പൈസസ് ഒന്നും അങ്ങനെയില്ല. ഇച്ചിരി മയം കൂടി ചേർത്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഹണി മെയ്ഡ് തന്നെ ബിസ്ക്കറ്റ്, അതായത് ഗ്രഹാം ബിസ്ക്കറ്റ്. നമ്മൾ ഈ ചീസ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസ് ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് 2 പീസസ് ആക്കി വയ്ക്കാം. നമ്മളിവിടെ ഒന്ന് ക്യാമ്പ് ഫയറിൻ്റെ അടുത്തൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കുന്ന കേട്ടോ. ഒക്കെ മെൽറ്റായിട്ട് പിന്നെ നമ്മൾ കൂളറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ ഷേപ്പൊക്കെ പോയി. എന്നാലും കുറച്ച് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മാഷ് മെലോസ് ഒന്ന് ക്യാമ്പ് ഫയറിൽ ഒന്ന് വാമാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് മെൽറ്റാവും. ആ ചൂടടിക്കുമ്പോൾ മാഷ് മെലോസ് ഭയങ്കര ഗൂയായി വരും. ഈ മാഷ് മെലോ കണ്ട ഒരു ബേൺഡ് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. സ്മോർസ് ആയിട്ട് ഞങ്ങളുടെ സ്മോർസ് ടെസ്റ്റ് ചെയ്യാട്ടോ. ടേസ്റ്റ് കഴിച്ചോ നീ ഇഷ്ടം ആണോ? രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാ. എന്താ പറ്റി? അയ്യോ, ബിസ്ക്കറ്റ് മാത്രം കിട്ടിയോ? നീ കഴിച്ചിട്ട് പറഞ്ഞാ മതി, തിരക്കൊന്നും. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കസരിയ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ ചിക്കൻ്റെ കുഞ്ഞ് സ്ലൈസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇതിൽ ടാക്കോയുടെ സീസണിങ്സാണ് ഞാൻ കൊടുത്തേക്കണേ. ചിക്കൻ തൈസായിട്ട് ഞാൻ ഉപയോഗിച്ചേക്കണേ. ചിക്കൻ തൈസ് ആകുമ്പോൾ നല്ല ഫാറ്റിൻ്റെ ഇച്ചിരി കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ടും ഏറ്റവും സോഫ്റ്റ് മീറ്റായിട്ട് എനിക്ക് തോന്നിയേക്കണേ ചിക്കൻ തൈസ് ഉപയോഗിക്കുന്ന കുക്കിങ്ങിന്. ഒരു 10 മിനിറ്റ് ഗ്രില്ല് ചെയ്താൽ മതി, പെട്ടെന്ന് അത് ആയിക്കോളും. അത് കഴിയുമ്പോൾ നമുക്ക് കസരിയ ഉണ്ടാക്കാം. ഇനി നമുക്കൊരു ടോർട്ടി എടുക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്ത ചിക്കനും പിന്നെ ഞാനൊരു ക്യാപ്സിക്കം ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തു. ആ ക്യാപ്സിക്കവും പിന്നെ ചീസും കൂടി ഇട്ടു. പിന്നെ നമുക്ക് ഉപ്പ് കുറവുണ്ടെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഇച്ചിരി ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ അടുത്തൊരു ടോർട്ടിയെ വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ഗ്രില്ല് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത ചിക്കനും ക്യാപ്സിക്കും ആണ് ഉപയോഗിച്ചേക്കണേ.
അപ്പം ഇനി നമുക്ക് ആകെ ഈ ടോർട്ടിയ ഒന്ന് 2 സൈഡ് ഒന്ന് ഗ്രില്ലായി വരും വേണം. ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണം. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് ഗ്രില്ലാവും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ച് വയ്ക്കുക. അപ്പോൾ ഒരു 4 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് quesadilla റെഡിയാക്കാം ആയിട്ടോ. ഇനിയിപ്പോൾ ഈ കാണിച്ച ഡിഷസൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്, പെട്ടെന്ന് ഗ്രില്ല് ചെയ്തെടുക്കാവുന്ന കുറച്ച് ഡിഷസ് ആയിട്ടോ. ഇവിടുത്തെ റൂളാണ്, നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ ഇട്ട ഫയറൊക്കെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് മാറി പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് ആ തീയൊക്കെ കെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് ക്യാമ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പറയാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.